അമേരിക്കയ്ക്ക് കഴിയാത്ത കാര്യം ഇന്ത്യക്ക് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഉടലെടുക്കുന്നു എന്നൊരു സംശയം പോലും പലർക്കും ഉണ്ടായി തുടങ്ങുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വൻ കുതിപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുതിപ്പിൽ ഇറാൻ വെന്ത് വെണ്ണീറാകും എന്ന് ഭയന്നാലും ഇറാനും അവസാന ശ്വാസം വരെ പോരാടുക തന്നെ ചെയ്യുമെന്ന മട്ടിൽ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. കഴിയുമോ എന്ന ചോദ്യത്തിന് കഴിയുമെന്ന് ഇന്ത്യൻ ജനത കാട്ടിത്തന്നു, അല്ലെങ്കിൽ ഇന്ത്യ കാട്ടിത്തന്നു. ഇന്ത്യയുടെ ഊർജ്ജ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പരിഹരിക്കാമെന്ന ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ അടുത്തിടെ അനുഭവപ്പെട്ട ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് കൂറ്റൻ ഗ്യാസ് ടാങ്കറുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള തർക്കങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥയും കാരണം വൈകിയ പാചകവാതക നീക്കം കേന്ദ്ര സർക്കാരിന്റെ സജീവമായ നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്താണ് ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷാ കേന്ദ്രമാകുന്നത്. ഏകദേശം 93,000 മെട്രിക് ടൺ LPGയുമായി 2 വമ്പൻ ഇന്ത്യൻ ടാങ്കറുകളാണ് തീരത്തേക്ക് എത്തുന്നത്. ഇതിൽ ആദ്യത്തെ കപ്പലായ ശിവാലിക് ഇന്ന് മുദ്ര തീരത്ത് എത്തും. ഇതിന് പിന്നാലെ രണ്ടാമത്തെ കപ്പലായ നന്ദാദേവി വരും ദിവസങ്ങളിൽ, അതായത് ചൊവ്വാഴ്ചയോടുകൂടി തന്നെ തീരത്ത് എത്തും. ഖത്തറിലെ പ്രശസ്തമായ റാസ് ലഫാൻ വ്യവസായ മേഖലയിൽ നിന്നാണ് ഈ ടാങ്കറുകൾ പാചകവാതകം ശേഖരിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ കപ്പലുകൾ ദിവസങ്ങളോളം കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിക്കാവുന്ന തരത്തിൽ ഈ തടസ്സം നീണ്ടുപോയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടതോടുകൂടി കാര്യങ്ങൾ അനുകൂലമായി മാറി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പലപ്പോഴും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തടസ്സപ്പെടാറുണ്ട്. ഇത്തവണയും സമാനമായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇന്ത്യക്ക് തുണയായത്. ഈ ചർച്ചയുടെ ഫലമായി ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കാൻ ഇറാൻ സമ്മതിച്ചു. നിലവിൽ 22ഓളം ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവ ഓരോന്നായി സുരക്ഷിതമായി ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടന്നുവരുന്നു. ഇനിയും കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി ലഭിക്കുന്നതിനായി ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പാചകവാതക ഉപയോഗം ലോകത്തെ തന്നെ മുൻനിരയിൽ തന്നെയാണ്. രാജ്യത്തെ LPG വിപണിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ നിലവിലെ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാകും. രാജ്യത്ത് നിലവിൽ 33 കോടിയിലധികം ഗാർഹിക LPG കണക്ഷനുകളാണ് ഉള്ളത്. ഏകദേശം 37.3 ദശലക്ഷം മെട്രിക് ടൺ. ഓരോ ദിവസവും ശരാശരി 80,000 ടൺ LPG രാജ്യത്ത് ഉപയോഗിക്കുന്നു. രാജ്യത്തെത്തുന്ന LPGയുടെ 85% വീടുകളിലെ പാചക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവ മാത്രമാണ് വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. നഗരത്തിലെ 75% ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല, വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമാസം ശരാശരി 2.5 ദശലക്ഷത്തിൽ ടണ്ണിലധികം ഉപയോഗമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിതരണ ശൃംഖലയുണ്ടാക്കുന്ന ചെറിയൊരു താമസം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തുന്ന 93,000 ടൺ LPG വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. LPG പ്രതിസന്ധിയെ ചൊല്ലി രാജ്യത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ഗ്യാസ് ക്ഷാമമുണ്ടെന്ന് കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും രാജ്യത്തെ പരിഭ്രാന്തി പരത്താനും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ജനങ്ങൾ അനാവശ്യമായി ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യരുത് എന്ന് കേന്ദ്രം വീണ്ടും നിർദ്ദേശിച്ചു. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. ആവശ്യത്തിന് സ്റ്റോക്ക് രാജ്യത്തുണ്ട്. അഭ്യൂഹങ്ങളിൽ വിശ്വസിച്ച് അധികമായി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് വിതരണം ശൃംഖലയെ ബാധിക്കും എന്നും അധികൃതർ അറിയിച്ചു. കരിഞ്ചന്തക്കാരനെയും പൂഴ്ത്തിവെപ്പുകാരെയും നേരിടാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ ബാധിക്കാതെ നോക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ഖത്തറിൽ നിന്നുള്ള കപ്പലുകൾ സുരക്ഷിതമായി എത്തുന്നതോടുകൂടി നിലവിലെ ആശങ്കകൾക്ക് വലിയ പരിഹാരമാകും. നയതന്ത്ര തലത്തിലുള്ള കരുത്തുറ്റ നീക്കങ്ങളും ആഭ്യന്തര വിതരണത്തിലെ കൃത്യതയും ഒത്തുചേരുമ്പോൾ ഇന്ത്യയുടെ ഒരു അടുക്കളകളിൽ ഇനിയും തടസ്സമില്ലാതെ തീ പുകയുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. മുസ്തഫ ഖമേനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകൾ കൂടിയുണ്ട്, അതുകൂടി പരിശോധിക്കാം. മുസ്തഫ ഖമേനി പുതിയ പരമോന്നത ആത്മീയ നേതാവായി ചുമതലയേറ്റെങ്കിലും ഇതുവരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല.
ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന സിദ്ധാന്തമാണ് പ്രചരിക്കുന്നത്. മുസ്തഫ ജീവിച്ചിരിപ്പില്ല എന്നാണ് ഇസ്രയേലും US-ഉം ആവർത്തിക്കുന്നത്. നിലവിൽ മുസ്തഫ ഖമനേയി തന്റെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത് എക്സ് പോസ്റ്റുകളിലൂടെയാണ്. മുസ്തഫയുടെ കുറിപ്പുകൾ ഇറാനിൻ ദേശീയ ടെലിവിഷൻ ചാനലുകളിൽ ആങ്കർമാർ വായിക്കുന്നുണ്ട്. ഇതല്ലാതെ നേരിട്ട് ഒരു വീഡിയോ പോലും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടില്ല. കൂടാതെ എക്സിൽ മുസ്തഫ ഉപയോഗിച്ചിരിക്കുന്നത് AI നിർമ്മിതമായ ഒരു പ്രൊഫൈൽ ചിത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ മുസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുമുള്ള വിവരങ്ങളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഔദ്യോഗികമായി യാതൊരു വിവരവും ലഭ്യവുമല്ല. ഫെബ്രുവരി 28-ന് അയത്തുള്ള ഖമനേയിയുടെ വസതിയിൽ ഇസ്രായേലും US-ഉം നടത്തിയ ആക്രമണത്തിൽ മുസ്തഫയ്ക്ക് പരിക്കേറ്റിട്ടില്ലെന്നാണ് ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ അദ്ദേഹം ആക്രമണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നായിരുന്നു വിവരം. എന്നാൽ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നെന്നും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നുമാണ് പുതിയ അവകാശവാദങ്ങൾ. ഇറാൻ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന് യാതൊരു കുഴപ്പവുമില്ലെന്നും ഇറാൻ വാദിക്കുന്നു. നിലവിൽ ഇറാൻ മുസ്തഫയുടെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണ സാധ്യതയെ മുൻനിർത്തി മുസ്തഫയെ ഇറാൻ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് കരുതുന്നവരും ധാരാളമാണ്. മുസ്തഫ ഖമനേയിക്ക് ടെഹ്റാനിൽ US-ഉം ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റെന്നും തുടർന്ന് വൈദ്യ ചികിത്സയ്ക്കായി മോസ്കോയിലേക്ക് കൊണ്ടുപോയെന്നുമാണ് പ്രചരിക്കുന്ന മറ്റൊരു വാദം. ചില ചെറുകിട അറബ് പത്രങ്ങൾ ഈ സിദ്ധാന്തത്തിന് പിന്നിൽ ഫെബ്രുവരി 28-ന് നടത്തിയ ആദ്യ ആക്രമണത്തിൽ തന്നെ മുസ്തഫയ്ക്ക് പരിക്കേറ്റിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ സൈനിക വിമാനത്തിലാണ് മുസ്തഫയെ മോസ്കോയിലേക്ക് കൊണ്ടുപോയത്. അതീവ രഹസ്യമായാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ റിപ്പോർട്ടുകൾ ഇവിടെയും അവസാനിപ്പിക്കുന്നില്ല എന്ന കാര്യമല്ല. മുസ്തഫ ഖമനേയി റഷ്യയിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നേരിട്ടുള്ള ശ്രദ്ധ പതിയുന്ന അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നടക്കുന്നത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്.